കൊടുങ്ങല്ലൂർ ഓല ഷോറൂമിന്റെ മുന്നിൽ ഒറ്റയാൾ സമരവുമായി രാജീവ്. കൊടുങ്ങല്ലൂരിലെ ഓല ഷോറൂമിന്റെ മുമ്പിൽ ഒറ്റയാൾ സമരം നടക്കുകയാണ്. മേത്തലപ്പാടം സ്വദേശിയായ രാജീവ് ജനുവരി മാസം പകുതിയോടെയാണ് ഓലയുടെയും പറവൂർ ഷോറൂമിൽ നിന്ന് ഓലയുടെ ഇലക്ട്രിക്കൽ സ്കൂട്ടർ 1,80,000 രൂപ കൊടുത്ത് വാങ്ങിക്കുകയുണ്ടായത്. എടുത്ത് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ മുതൽ ബ്രേക്ക് സ്വിച്ച് കംപ്ലൈന്റ് കാരണം ഓലയുടെ ഷോറൂമിൽ കാണിക്കുകയും 2 ദിവസം കഴിയുമ്പോൾ ശരിയാക്കി തരാമെന്ന് പറഞ്ഞു തരികയും പിന്നെയും അതേ കംപ്ലൈന്റ് തന്നെ 10 തവണയെങ്കിലും വരികയും ഷോറൂമുകൾ മാറി മാറി കാണിച്ചിട്ടും ഈ കംപ്ലൈന്റ് ഒരു അറുതി വരാത്തത് കൊണ്ടാണ് നീതി കിട്ടുന്നതുവരെ ഷോറൂമിന്റെ മുമ്പിൽ സമരം നടത്തുന്നതെന്ന് രാജീവ് പറഞ്ഞു. പകുതിയോടുകൂടിയാണ് ഞാൻ ഈ വണ്ടി എടുക്കുന്നത്. പറവൂർ ഷോറൂമിൽ നിന്ന് 1,18,000 രൂപ വരെ വണ്ടിയാണ്. ഇതെടുത്തതിന് ശേഷം ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തുടങ്ങി ഇതിൻ്റെ ബ്രേക്ക് സ്വിച്ച് കംപ്ലൈൻറ്റ് ഓടുന്ന വഴിയിൽ നിൽക്കുക. കംപ്ലൈൻ്റ് ആയിട്ട് ചെന്ന് കഴിയുമ്പോൾ ബ്രേക്ക് സ്വിച്ചിൻ്റെ കംപ്ലൈൻ്റ് ആണെന്ന് പറഞ്ഞ് ബ്രേക്ക് സ്വിച്ച് മാറി തന്നെന്ന് പറഞ്ഞിട്ട് ഇവർ നമ്മളെടുത്ത് 2 ദിവസം കഴിയുമ്പോൾ സാധനം തരും. തന്നു കഴിഞ്ഞാൽ ഒരു മഴ പെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ഇതിൻ്റെ ബ്രേക്ക് സ്വിച്ച് കംപ്ലൈൻറ്റ് വീണ്ടും സ്റ്റോപ്പാവും. അത് ട്രാഫിക് ബ്ലോക്കിലൊക്കെയാണ് നമ്മളെ ഇത് ബ്ലോക്ക് ആവുന്നത്. അവിടെ നിന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കൈ കൊണ്ട് ബ്രേക്ക് സ്വിച്ച് തള്ളി നീക്കിയതിന് ശേഷം മാത്രമേ ഇത് മൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അതിന് ഇവരുടെ അടുത്ത് കംപ്ലൈൻറ്റ് വന്നപ്പോൾ ഇവർ ബ്രേക്ക് സ്വിച്ച് പിടിച്ചിട്ട് തരും. ബ്രേക്ക് സ്വിച്ച് പിടിച്ചിട്ട് തന്നു കഴിഞ്ഞിട്ട് ബ്രേക്ക് പിടിച്ചപ്പോൾ വീണതാണ്. എൻ്റെ 3 പ്രാവശ്യം ഞാൻ വീണു. ഒരു പ്രാവശ്യം വീണിട്ട് എൻ്റെ കൈ പൊട്ടി. പിന്നെ വണ്ടിയുടെ അത് ഈ സൈഡൊക്കെ ഇത് പറഞ്ഞു. ഒരു പ്രാവശ്യം 2 സൈഡിലേക്കും മറിഞ്ഞ് വീണ് പ്രശ്നമായി കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും ചെന്നപ്പോൾ ഇവർ മെയിനായിട്ട് പറയുക സ്പെയർ ഇല്ലെന്നാണ് പറയുക. പിന്നെ നമ്മൾ ഓൺലൈനിൽ ബുക്ക് ചെയ്താൽ തന്നെ ഓൺലൈനിൽ ബുക്ക് ചെയ്താൽ ഇവരെടുക്കില്ല. ഓൺലൈനിൽ ബുക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തൊട്ടടുത്ത ഷോറൂമിൽ നമുക്ക് കിട്ടില്ല. നമ്മൾ മേടിച്ച ഷോറൂമിലും കിട്ടില്ല. അങ്കമാലി, ചാലക്കുടി അങ്ങനെയുള്ള സ്ഥലത്തേ കിട്ടുള്ളൂ. ഇവിടേക്ക് നമ്മളെ സ്വന്തം റിസ്കിൽ നമ്മൾ കൊണ്ടുപോകും വേണം. ഈ കൊണ്ടുപോയി കഴിഞ്ഞാൽ തന്നെ ഇവർ സ്പെയർ മാറ്റുണ്ടോ ഇല്ല എന്നുള്ളത് നമുക്കറിയില്ല. 2 ദിവസം കഴിഞ്ഞാൽ വീണ്ടും ഇതേ സെയിം കംപ്ലൈൻറ്റ്. ഇലക്ട്രീഷ്യനായ തനിക്ക് 6 മാസമായി ജോലിക്ക് പോകാൻ പോലും കഴിയുന്നില്ല എന്നും പുതിയ ഒരു സ്കൂട്ടർ തരുന്നതുവരെ സമരം തുടരുമെന്നാണ് രാജീവ് പറയുന്നത്. 2 ആഴ്ച മുന്നേ ഞാൻ പറവൂർ ഷോറൂമിൽ കൊണ്ടുചെന്ന് ഞാൻ അവിടെ സംസാരിച്ച് പ്രശ്നമായി കഴിഞ്ഞപ്പോൾ അവർ പെട്ടെന്ന് റെഡിയാക്കി തരാമെന്ന് പറഞ്ഞിട്ട് റെഡിയാക്കി തന്നിട്ട് എൻ്റെ അടുത്ത് വൈകുന്നേരം തിരിച്ചു വന്നു. തിരിച്ചു വന്നിട്ട് ഞാൻ തൃശ്ശൂർ പോയിട്ട് വരുന്ന വഴിക്ക് കൊല്ലൂർ വെച്ച് വീണ്ടും പ്രശ്നമായി. അവിടെ നിന്ന് തുടങ്ങി ഹബ്ബ് മോട്ടറിന് ഭയങ്കര സൗണ്ട് ആയിട്ട് ഇപ്പോൾ വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കാൻ പറ്റില്ല. ഞാൻ അവിടെ നിന്ന് 3 മണിക്കൂർ കൊണ്ടാണ് കൊടുങ്ങല്ലൂർ എത്തിയത്. 7:30 ഞാൻ വീട്ടിലെത്തിയപ്പോൾ ഇത് ഓട്ടത്തിൽ നിൽക്കും. പിന്നെ നമ്മൾ കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് കൈ കൊണ്ട് ഈ 2 വിരലുകൊണ്ട് ബ്രേക്ക് സ്വിച്ച് താങ്ങി പിടിച്ചിട്ട് വേണം കൊടുങ്ങല്ലൂർ വരാൻ വരണമെങ്കിൽ. അങ്ങനെ വന്നിട്ടാണ് ഞാനിവിടെ കൊടുത്തു കഴിഞ്ഞിട്ട് 18-ാം തീയതി കൊടുത്താണ്. 18-ാം തീയതി കൊടുത്തു കഴിഞ്ഞപ്പോൾ പറവൂർ ഷോറൂമിൽ കൊണ്ട് കൊടുത്തപ്പോൾ അവിടെ വണ്ടി 100 കണക്കിന് വണ്ടി ഇരിക്കണതിൻ്റെ പേരിൽ കൊടുങ്ങല്ലൂർ ഷോറൂമിലേക്ക് എനിക്ക് റെഫർ ചെയ്തു. കൊടുങ്ങല്ലൂർ ഷോറൂമിൽ അവരെന്നോട് പറഞ്ഞത് നേരിട്ട് കൊണ്ടുചെന്നാൽ ഇവിടെ എടുക്കും. അവിടെ ഓൺലൈൻ ബുക്കിംഗ് ഇല്ല. പുതിയ ഷോറൂം അതിൻ്റെ പേരിൽ കൊണ്ടുചെന്ന് എടുക്കുന്നത്. ഞാനിവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇവർ സ്പെയർ ഇല്ല എന്നാണ് പറയുന്നത്. സ്പെയർ ഇല്ല എന്ന് പറഞ്ഞ് വണ്ടി കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇവിടെ സർവീസിൻ്റെ ആൾ എന്നോട് പറയുന്ന വണ്ടി അവിടെ വെച്ചിട്ട് താക്കോൽ അവിടെ വെച്ചിട്ട് പോയിക്കൊള്ളാനാണ് പറയുന്നത്. അതായത് നമ്മളോട് നമുക്ക് കാശ് കൊടുത്ത് മേടിച്ച വണ്ടിക്ക് ആൾക്ക് യാതൊരു ഉത്തരവാദിത്വമില്ല. അവിടെ വെച്ച് പോയിക്കൊള്ളാൻ പറഞ്ഞു. ആ വണ്ടിയാണ് ഒരാഴ്ചയായിട്ട് ഈ റോഡ് സൈഡിൽ ഇങ്ങനെ ഇരിക്കുന്നത്. ഇത് ആർക്കും വേണമെങ്കിൽ എപ്പോഴെങ്കിലും കൊണ്ടുപോകാം. ഇപ്പോഴും അവർ സ്പെയർ ഇല്ല എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 28-ാം തീയതിയായി 27-ാം തീയതി ഇതേവരെ സ്പെയർ വന്നിട്ടില്ല എന്ന് പറയണം. എനിക്കൊന്നില്ല എന്നുണ്ടെങ്കിൽ പുതിയ വണ്ടി തരണം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ 1,20 കൊടുത്ത് വണ്ടി വാങ്ങിച്ചിട്ട് എനിക്കിപ്പോൾ വർക്കിന് പോകാൻ പറ്റില്ല. 2 ആഴ്ചയായിട്ട് ഞാൻ വർക്കിന് പോയിട്ടില്ല. എനിക്ക് വണ്ടി വേറെ ഇല്ല. ഞാൻ ഒരു ഇലക്ട്രീഷ്യനാണ്. എനിക്ക് വണ്ടിക്ക് പോയി കഴിഞ്ഞാൽ എനിക്ക് പണിയാൻ പറ്റുള്ളൂ. ആ പണി നടക്കുന്നില്ല.